കേരളത്തിലിടയ്ക്ക് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വാർത്തകളായിരുന്നു നിറഞ്ഞിരുന്നത്. ഭയങ്കര വാർത്ത. അൻവർ ശരീരത്തിലെ പല ദ്വാരങ്ങളിലും കയറ്റിക്കൊണ്ട് പരിപാടി അല്ലേ പല. ഇപ്പം പക്ഷേ ഇതൊന്നും കേൾക്കുന്നില്ല. എന്തായിരിക്കും കാരണം? പെട്ടെന്ന് നില കള്ളക്കടത്തുകാർക്കൊക്കെ മാനസാന്തരം വന്നു. അതെ, അതായിരിക്കാം. അല്ല പിന്നെന്താ പെട്ടെന്ന് അങ്ങനെ ഈ കള്ളക്കടത്ത് എന്തിനാണ് നടത്തുന്നത്? കൂടുതൽ പണം ഉണ്ടാക്കാൻ. കൂടുതൽ പണം ഉണ്ടാവാനുള്ള സാധ്യത അവസാനിച്ചാൽ കള്ളക്കടത്ത് നിൽക്കും. അതെ, പണ്ടൊക്കെ നമ്മൾ ഓർക്കുന്നില്ലേ, ഈ നമ്മുടെ പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫോറിൻ സാധനങ്ങൾ, പെർഫ്യൂംസ്, റേഡിയോ, ടേപ്പ് റെക്കോർഡ്, ഇതൊക്കെ കള്ളക്കടത്തായിട്ട് കിട്ടുമായിരുന്നു. അതെ. അപ്പോൾ ഈ ഇവിടുന്ന് നമ്മുടെ ബോട്ടുകളിലൊക്കെ ആളുകൾ കടലിൽ പോയിട്ട് കപ്പലുകളിൽ നിന്ന് ആളുകൾ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കും. അതുകൊണ്ട് കള്ളക്കടത്ത് പഴയ സിനിമകളിലൊക്കെ അറിയാം. പൗഡർ മുതലുള്ള സാധനം കള്ളക്കടത്ത്. ഈ മോഹൻലാലിന്റെ സിനിമയിലൊക്കെ മറ്റേ എന്താണ് സാഗർ ഇലിയാസ് ജാക്കി കള്ളക്കടത്ത്. അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തല്ല എന്നുള്ളത് മദ്യം, സിഗരറ്റ്, 555 സിഗരറ്റ്, മാൽബ്രോ അല്ലെ, പൗഡർ, ഇതൊക്കെയായിരുന്നു. സ്പ്രേ ഒക്കെ കള്ളക്കടത്തായിട്ട് വരുമായിരുന്നു. കാരണം അന്ന് വിദേശ സാധനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള പെർമിഷൻ ഇല്ലാതിരുന്ന സമയത്താണ് ഇങ്ങനെ അനധികൃതമായി കടലിൽ നിന്ന് കപ്പലുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത്. പിന്നെ വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾ പെർഫ്യൂമൊക്കെ കൊണ്ടുവരുമ്പോൾ വലിയ ഡിമാൻഡാണ്. ഫോറിൻ പെർഫ്യൂം കിട്ടും. ഇപ്പം അത് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല, ഇവിടെ കിട്ടുമല്ല. അപ്പോൾ അങ്ങനെ കള്ളക്കടത്ത് അവസാനിച്ചത് ഈ സ്വതന്ത്ര വ്യാപാരം അനുവദിച്ച് വിദേശ ബ്രാൻഡുകളെല്ലാം ഇന്ത്യയിലേക്ക് വരാൻ സംബന്ധിച്ചതോടുകൂടി ഇത്തരം സാധനങ്ങളുടെ സ്മഗ്ലിംഗ് അവസാനിച്ചു. പിന്നെ ഉള്ളത് ഏറ്റവും ലാഭകരമായ കാരണം ഒന്ന് മയക്കുമരുന്നും ഒന്ന് സ്വർണ്ണവുമാണ്. ഇത് രണ്ടും ഗുരുതരമായ കുറ്റമാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയും ഐക്യത്തെയും ഒക്കെ ബാധിക്കുന്ന, സുരക്ഷയെ ബാധിക്കുന്ന ഘടകങ്ങളാണ് മയക്കുമരുന്ന് കള്ളക്കടത്തും സ്വർണ്ണക്കള്ളക്കടത്തും. പക്ഷേ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് ഇപ്പോൾ വാർത്തകളില്ല. ഇപ്പം സാധാരണ നമ്മളൊരു 5-6 മാസം അല്ലെങ്കിൽ 1 വർഷം മുമ്പ് എല്ലാ ദിവസവും പത്രം എടുത്താൽ കേരളത്തിലെ കരിപ്പൂര്, കണ്ണൂർ പോലെയുള്ള വിമാനത്താവളങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തിന് വേണ്ടി തുടങ്ങിയതാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കള്ളക്കടത്തുണ്ടായിരുന്നു. കൊച്ചി, തിരുവനന്തപുരം, എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും സ്വർണ്ണ കടത്തിക്കൊണ്ടുവരുന്നവരെ പിടിക്കുന്നു. ശരീരത്തിലെ നമ്മൾ അവിശ്വസനീയമായി എന്ന് കരുതിയിരുന്ന ഭാഗങ്ങളെല്ലാം കയറ്റി വെച്ചുകൊണ്ടാണ് സ്വർണം വന്നുകൊണ്ടിരുന്നത്. ഇനി മാത്രമല്ല, സ്വർണം കടത്തിക്കൊണ്ടു പോകുന്നവരെ വഴി വെച്ച് പിടിക്കുന്നു അല്ലേ. സ്വർണ്ണക്കള്ളക്കടത്തുകാരുടേത് അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ, പൊട്ടിക്കൽ ഗ്യാങ്, അങ്ങനത്തെ ഒരു കാര്യം. പിന്നെ നമ്മുടെ PV അൻവറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദം, മലപ്പുറത്തൊരു SP-യുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരുപാട് കോലാഹലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്വിച്ചിട്ട പോലെ സ്വർണ്ണക്കള്ളക്കടത്ത് നിന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? അത് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഒന്ന്, സ്വർണ്ണക്കള്ളക്കടത്ത് നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിർമ്മലാ സീതാരാമനാണ്. നിർമ്മലാ സീതാരാമൻ 2024 കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒരു പ്രഖ്യാപനം നടത്തി. അതായത് സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ 15% ഉണ്ടായിരുന്നു. അതായത് സ്വർണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 15% ടാക്സ് കൊടുക്കണം. നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് നമുക്ക് ധരിക്കാവുന്ന സ്വർണത്തിൻ്റെ ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞുള്ള സ്വർണം കൊണ്ടുവന്നാൽ 15% നികുതി കൊടുക്കണമായിരുന്നു. അത് മാറ്റിയിട്ട് നികുതി 6% കുറച്ചു. അപ്പോൾ 9% ടാക്സ് കുറച്ചു. അതോടെ കള്ളക്കടത്ത് അവസാനിച്ചു. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. ഇതേക്കുറിച്ച് ആരും പറയുന്നില്ല, ആരും ഇതേക്കുറിച്ച് പഠിക്കുന്നില്ല, ഈ കാര്യങ്ങൾ പറയുന്നില്ല. അത് നമ്മുടെ കേരളത്തിൻ്റെ GDP വരെ അത് ബാധിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ GDP 6.19 ആഭ്യന്തര ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ GDP 6.19 അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും കുറഞ്ഞ GDP ആയി കേരളത്തിൻ്റെ GDP മാറി. അതിനൊരു കാരണം കേരള വിപണിയിലേക്ക് അനധികൃതമായി വരുന്ന സ്വർണത്തിൻ്റെ ഒഴുക്ക് നിന്നു എന്നുള്ളതാണ്. ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് ആളുകൾ പറഞ്ഞാൽ സമ്മതിച്ചു തരത്തില്ല. പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് നിന്നതോടെ കേരളത്തിൻ്റെ GDP കുറഞ്ഞോ എന്ന് തർക്കിക്കാം. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ജൂലൈ 24 2024 ജൂലൈ 24 ശേഷം ഗൾഫിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി എന്ന് ബിസിനസ് വേൾഡിൻ്റെ റിപ്പോർട്ടിൽ കാണുന്നു. അതായത് 12% ഗൾഫിലേക്കുള്ള ആളുകളുടെ യാത്ര കുറഞ്ഞത്. പക്ഷേ എനിക്കറിയാവുന്ന ഒരാൾ ഒരു വർഷം 36 തവണയൊക്കെയാണ് ഗൾഫിൽ പോകുന്നത്. ഒരു വർഷം 12 മാസമാണ്. എന്നുവെച്ചാൽ മാസത്തിൽ 3 തവണ പോവുക വരിക. അപ്പോൾ ഇങ്ങനെ പോയി വരുന്ന നിരന്തരം ഒരു കാര്യമില്ലാതെ നമുക്ക് തോന്നുകയാണ്. അവർക്ക് കാര്യങ്ങളുണ്ട്. പോയിട്ട് വരുന്ന ആളുകളുടെ സാമ്പത്തിക നിലയൊക്കെ വലിയ തോതിൽ മെച്ചപ്പെടുന്നുണ്ട്. ഗൾഫ് യാത്ര കുറഞ്ഞു, 12% കുറഞ്ഞു എന്ന് വിമാന കമ്പനികളുടെ കണക്ക് പറയുന്നു. എന്തായിരിക്കും? ഗൾഫിൻ്റെ എന്തെങ്കിലും അട്രാക്ഷൻ കുറഞ്ഞുകൊണ്ടാണോ? അല്ല. ഗൾഫിന് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടാണോ? അല്ല. ഗൾഫിലേക്ക് പോകാനുള്ള താല്പര്യം കുറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് വരാം. നമുക്ക് ഇത് രണ്ടും പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഉടനെ ഗൾഫിൽ പോകുന്നവരെല്ലാം കള്ളക്കടത്തുകാരാണെന്ന് പറഞ്ഞു. അല്ല, 12% പേര്
ഗൾഫിൽ പോകുന്നതിൽ 12% പേര് പോകുന്നില്ല. കുറേ പേർക്ക് വയ്യാഴിക ഉണ്ടായിരിക്കും, ഗൾഫ് മടുത്തു നിന്നുകൊണ്ടായിരിക്കാം, കുറച്ച് പേര് മരിച്ചു പോയതുകൊണ്ടായിരിക്കാം, ഒക്കെ ആയിരിക്കാം. എന്നാലും കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഉണ്ടായിരിക്കുന്നത് 2024 ജൂലൈക്ക് ശേഷമാണ്. 2024 ജൂലൈയിലാണ് സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ ഗണ്യമായ തോതിൽ നിർമ്മലാ സീതാരാമൻ കേന്ദ്ര സർക്കാർ കുറയ്ക്കുകയും ചെയ്തു. ഇനി നോക്കാം, നമുക്ക് കണക്കുകൾ നോക്കാം. ഈ പറഞ്ഞതിനൊക്കെ എന്തെങ്കിലും ആധികാരികത ഉണ്ടോ എന്ന് ചോദിക്കും. ആധികാരികത ഉണ്ടോ എന്ന് ഞാൻ പറയുന്ന കണക്കുകൾ വെച്ചൊന്ന് പരിശോധിക്കുക. അതായത് 2020 മുതൽ 23 വരെയുള്ള 3 വർഷം കേരളത്തിൽ 3173 സ്വർണ്ണ കള്ളക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് 3 വർഷം കൊണ്ട് ഏതാണ്ട് 3200ഓളം കേസുകൾ. എന്നുവെച്ചാൽ ഒരു വർഷം ഏതാണ്ട് 1000 കേസുകൾ. ഒരു ദിവസം ശരാശരി 3 കേസുകൾ. ഒരു ദിവസം 3 വിമാനത്താവളങ്ങളിലെങ്കിലും, അല്ലെങ്കിൽ വിമാനത്താവളങ്ങളിൽ 3 പേരെയെങ്കിലും സ്വർണം കള്ളക്കടത്ത് നടത്തിയത് പിടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴോ 0 സർ. ആരും കടത്തുന്നില്ല. ആരും കടത്തുന്നില്ല. മാത്രമല്ല, ഈ കാലയളവിൽ 3 വർഷം കൊണ്ട് 2.3 ടൺ സ്വർണം പിടിച്ചെടുത്തു എന്നാണ് ഔദ്യോഗിക കണക്ക്. 2.3 ടൺ സ്വർണം. ഇതിന് 1230 കോടി രൂപയുടെ വിലയുണ്ട്. 1230 കോടി രൂപയുടെ സ്വർണം അനധികൃതമായി എല്ലാ നിയമവും വെട്ടിച്ച് കള്ളക്കടത്തായി 3 വർഷം കൊണ്ട് കേരളത്തിലെത്തി. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 400 കോടി അല്ലേ? അതെ. അപ്പോൾ ഒരു വർഷത്തിൽ 365 ദിവസമാണ്. അപ്പോൾ ഒരു വർഷം, ഒരു ദിവസം 1 കോടി രൂപയിലേറെ വില വരുന്ന സ്വർണം കേരളത്തിലേക്ക് വന്നിരുന്നു. ശരിയല്ലേ? ഒരു ദിവസം. നമ്മൾ ഈ 3 വർഷം കൊണ്ട് 1230 കോടി എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ. വലിയ തുകയാണ്. അപ്പോൾ ഒരു വർഷം 400 കോടി, 3 വർഷം 1300 കോടി എന്ന് പറയുമ്പോഴത്തേക്ക് 1200. അപ്പോൾ 400 അല്ലെങ്കിൽ 300 കോടി രൂപയുടെ കള്ളക്കടത്ത് ഒരു വർഷം നടക്കുന്നു. അപ്പോൾ ഒരു ദിവസം 365 ദിവസം കൂടിയാൽ 1 കോടി രൂപയുടെ സ്വർണം, 1,100,00,000 രൂപയുടെ സ്വർണം ഒരു ദിവസം കേരളത്തിൽ കള്ളക്കടത്തായിട്ട് വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അടഞ്ഞു പോയത് വിവിധ എയർപോർട്ടുകളിൽ. അപ്പോൾ നിസ്സാര കണക്കൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ കണക്ക് ഇങ്ങനെ ഒരു ദിവസത്തെ കണക്ക് വെച്ച് നോക്കുമ്പോഴാണ് ഒരു ദിവസം 1 കോടി രൂപയുടെ സ്വർണ്ണ കള്ളക്കടത്ത്. അപ്പോൾ ഈ ഞാൻ സംശയം ചോദിച്ചാൽ, ഈ 1 കോടി രൂപയുടെ കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ പിടിക്കുമ്പോൾ മാത്രമല്ലേ നമ്മൾ ഇത്രയാണ് പിടിക്കാതെ പോയതിന്റെ കണക്കൂടെ ചേർക്കുമ്പോൾ ഇതിന്റെ ഇരട്ടിയാണ്. അതായത് ഈ പിടിച്ച കണക്ക് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിടിച്ചതിന്റെ കണക്ക് ഒരു ദിവസം 1 കോടി രൂപ. പിടിക്കാതെ എത്ര 10 കേസ് വരുമ്പം ഒരു കേസ് പിടിക്കാൻ കൊടുക്കുന്നതായിരിക്കും അല്ലേ? മനസ്സിലായില്ലേ? എത്രയോ ഇരട്ടി പോയിട്ടുണ്ട്. അപ്പം ഒരു ദിവസം എത്ര കോടി രൂപയുടെ സ്വർണ്ണക്കള്ളക്കടത്താണ് കേരളത്തിലെ വിമാനത്താവളങ്ങൾ വഴി നടന്നിട്ടുള്ളത്. അതെല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ സെന്റ്, പെർഫ്യൂം, അത്തർ, പൗഡർ കള്ളക്കടത്ത് പോലെ സ്വർണ്ണ കള്ളക്കടത്തും പതുക്കെ അവസാനിക്കുകയാണ്. ഇത് DRIയുടെ ഒരു കണക്കൂടെ കേൾക്കുമ്പോഴാണ് ഞെട്ടുന്നത്. DRI $15 ബില്യൺ വരുന്ന ഏതാണ്ട് 400 ടൺ വരെയുള്ള കള്ളക്കടത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ കണക്ക്. അപ്പം അതിഭീമമായ തോതിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ അത് ഇങ്ങനെ സ്വർണ്ണ കള്ളക്കടത്ത് വലിയ തോതിൽ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൈതോലപ്പായയിൽ പൊതിഞ്ഞുകൊണ്ട് പോയ കഥയും ബിരിയാണി ചെമ്പിൽ കൊണ്ടുവന്നതും ഒക്കെ നമ്മൾ പറയുന്നത് കേരളത്തിൽ വാർത്തയാവുന്നത്. കാരണം എങ്ങനെയും സ്വർണം കൊണ്ടുവരിക, സ്വർണം കടത്തിക്കൊണ്ടുവരിക, അതിലൂടെ ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു എന്താണ് വലിയ ലാഭകരമായ, ഏറ്റവും റിസ്ക് ഉണ്ട് എന്നാൽ ലാഭകരമായ ബിസിനസ്സാണ്. ഇപ്പോൾ ഈ ഗൾഫിലെ സ്വർണ്ണ വ്യാപാരത്തിലും വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഈ പണ്ട് ഗൾഫിൽ പോയി സ്വർണം മേടിച്ച് ഇട്ടുകൊണ്ട് വന്നാൽ ഇവിടുത്തേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സ്വർണം അവിടെ കിട്ടും. അതുകൊണ്ട് ഒരാൾക്ക് ഇവിടുന്ന് സ്വർണ്ണം ഒന്നും ഇല്ലാണ്ട് പോവുക, അവിടെ ഇട്ടുകൊണ്ട് വരിക, ഇങ്ങനത്തെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പക്ഷേ തീരുവ കുറഞ്ഞതോടുകൂടി ഇവിടെ ബില്ലുള്ള സ്വർണം നമ്മുടെ നാട്ടിൽ മേടിക്കാം. പിന്നെന്തിനാണ് അവിടുന്ന് റിസ്ക് എടുത്ത് പോകുന്നത്? ഇവിടുന്ന് മേടിക്കാതെ കരുതിയപ്പോഴത്തേക്ക് ഗൾഫിലെ സ്വർണ്ണ വ്യാപാരം കുറഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നറിയാമോ? ഞാൻ എന്നോടൊരു ഒരാൾ പറഞ്ഞത്, ഇപ്പം നേരത്തെയൊക്കെ സ്വർണം കടത്തിക്കൊണ്ടുവന്ന ഒരു പവന് 5000 രൂപയുടെ ലാഭം കിട്ടുമായിരുന്നു. 10 പവൻ കൊണ്ടുവന്നാൽ 50,000 രൂപ കിട്ടും. ഒരു പവൻ 5000 രൂപ വെച്ച്. ഇപ്പോൾ ഈ വില കുറഞ്ഞതുകൊണ്ട് ഒരു പവൻ കടത്തിക്കൊണ്ടുവന്നാൽ 1000 രൂപയെ ഈ കടത്തുകാർ കൊടുക്കുന്നുള്ളൂ. പിന്നെ എന്ത് നേട്ടം? അപ്പോൾ 1000 രൂപയ്ക്ക് വേണ്ടിയിട്ട് എന്ത് നേട്ടം? അത് റിസ്ക് എടുക്കണം. പിടിച്ചാൽ പോലീസ് കൊണ്ടുപോകും. പോലീസ് പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ സ്വർണം വലിച്ചൂരിയെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും അത് പരിപാടി നിർത്തി. 1000 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്വർണ്ണം കടത്തുന്നത്. ഒരു 25 പവൻ കൊണ്ടുവന്നാൽ 25 × 5 5000 രൂപ വെച്ച് കിട്ടുമ്പോൾ അതൊരു വലിയ തുകയായിരുന്നു. ഇത് 25 പവൻ കടത്തിക്കൊണ്ടുവന്ന് 25,000 രൂപ പിടിച്ചവൻ്റെ ജീവിതകാലം മുഴുവൻ പോയി. കള്ളക്കടത്ത് കേസിലെ പ്രതിയായി പത്രത്തിൽ ഫോട്ടോ വരും.
അപ്പോൾ റിസ്ക് എടുക്കാൻ വയ്യ. പിന്നെ റിസ്ക് എടുക്കണ്ട എന്ന് വെച്ചപ്പോൾ കള്ളക്കടത്ത് വല്ലാണ്ട് കുറഞ്ഞു. അപ്പോൾ തീരുവ മൂലം ലാഭമില്ലാതായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറി. ഇങ്ങനെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് പെട്ടെന്ന് നിൽക്കും ഗണ്യമായി കുറഞ്ഞത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വളരെ പ്രധാനമായിട്ട്, ഞാനത് വീണ്ടും പറയുന്നു, അതിനെക്കുറിച്ച് എന്ത് ആക്ഷേപം ഉണ്ടായാലും അത് പറയാതെ തരമില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല, ഗൾഫിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ 12% കുറവ് വന്നിരിക്കുന്നു. അപ്പോൾ ആരായിരുന്നു ഇങ്ങനെ നിരന്തരമായി ഗൾഫിലേക്ക് പോയിക്കൊണ്ടിരുന്ന 12%? എന്ന ചോദ്യമല്ലേ. അപ്പോൾ ഗൾഫിലേക്ക് പോകുന്ന, ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നത് ബന്ധുക്കളെ കാണാനും ജോലി നേടാനും മാത്രമല്ല, സ്വർണം വിട്ട് വരാൻ മാത്രം, അനധികൃതമായ ഇടപാടുകൾ നടത്താൻ വേണ്ടി മാത്രം കേരളത്തിൽ നിന്ന് ഗണ്യമായ തോതിൽ ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇടക്കാലത്ത് കേട്ടിരുന്നു, എവിടെ പോകുന്ന വെച്ചാൽ വിസിറ്റിംഗ് വിസയിൽ അവൻ ഗൾഫിൽ പോയി, എന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ അവൻ നാട്ടിലുണ്ടാവും, വീണ്ടും അടുത്ത ആൾ വിസിറ്റിംഗ് വിസയിൽ പോയി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ അതാണ് പറഞ്ഞത് 36 തവണ വരെ ഗൾഫിൽ പോയ ആളുകളുണ്ടെന്ന് പറയുന്നത്. ആലോചിച്ച് നോക്ക്. അപ്പോൾ രാവിലത്തെ ഫ്ലൈറ്റ് പോകുന്നു, വൈകിട്ടത്തെ ഫ്ലൈറ്റ് തിരിച്ചു വരുന്നു, അതിൻ്റെ പിറ്റേ ദിവസം പാതിരായ്ക്ക് അടുത്തതിന് വീണ്ടും പോകുന്നു. ഇവിടെ കൊണ്ടുവന്ന് ആളെ കൈമാറി കഴിഞ്ഞാൽ അടുത്ത സാധനം എടുത്ത് വിസിറ്റിംഗ് വിസ കയ്യിലുണ്ടെങ്കിൽ പോയി വരാമല്ലോ, വിസ പീരീഡിൽ പോയി വരാം. ചില മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടും. അതൊക്കെ എടുത്ത് പോയിട്ട് വന്നാൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു വർഷമല്ല, ഒരു മാസം 36 തവണ പോവാം. അപ്പോൾ ഏതായാലും സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കഥ കഴിഞ്ഞു എന്നുള്ളത് ഒരു വാർത്തയാണ്. കാരണം അത് ഈ നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം, സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന ആളുകളെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഒരന്വേഷണ ഏജൻസിയും ആരാണ് ഈ സ്വർണം കൊടുത്തു വിട്ടതെന്ന് പറയാറില്ല, ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് പറയാറില്ല. ഒരു പത്രത്തിലും ഒരു മാധ്യമത്തിലും വാർത്തയും വന്നിട്ടില്ല. എന്തായാലും ഒരു സ്വകാര്യ വ്യക്തി ആയിരിക്കില്ലല്ലോ വലിയ തോതിൽ കൊണ്ടുവരിക. ആയിരിക്കാം ഒരു സ്വകാര്യ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ജ്വല്ലറി ആയിരിക്കാം. നമ്മളിപ്പോൾ ആ പേരുകളൊന്നും പറയുന്നില്ല. ഈ ചില പേരുകൾ ചില ശരീരത്തിൻ്റെ അവയവങ്ങളുമായി ബന്ധപ്പെട്ട് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ ഉണ്ട്. ഏതായാലും സ്വർണം കള്ളക്കടത്ത് ലാഭകരമല്ലായിരിക്കുന്നു. ഇനിയിപ്പോൾ UAE കോൺസുലേറ്റ് വഴി ബിരിയാണി ചെമ്പ് വഴിയൊക്കെ സ്വർണം കടത്തിക്കൊണ്ടുവരുന്നതിൻ്റെ സ്കോപ്പ് അവസാനിച്ചു. കടത്തിക്കൊണ്ടുവന്നവർ ആ പരിപാടി നിർത്തിയല്ലോ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.